നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് ഇന്ന് ട്രെയിനിന്റെ വേഗത അല്ലെ സമയം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. നോക്കാം. 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയുടെ വേഗത 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എന്ത് സമയമെടുക്കും? അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എങ്ങനെയാണ് ഒരു പോയിന്റ് കടക്കാൻ എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ തീവണ്ടി ഒരു പാലം കടന്നു പോകുന്നതിന് എത്ര സമയം എടുക്കുന്നു? സമയമാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പൊ നോക്കാം. നോക്കി, സമയം കണ്ടുപിടിക്കാൻ ആദ്യം എന്താണ്? ദൂരം ബൈ വേഗതയാണെന്ന് ഓർത്ത് വയ്ക്കുക. സമയം ദൂരം ബൈ വേഗത. അപ്പൊ ദൂരം എത്രയാണ്? ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ 300 മീറ്റർ നീളമുള്ള തീവണ്ടിയുടെ നീളം എത്രയാണ്? 300. പാലത്തിന്റെ നീളം എത്രയാണ്? 200. അപ്പോൾ ദൂരം എന്ന് പറയുമ്പോൾ ഈ തീവണ്ടിയുടെ നീളം കണ്ടോ, അതിപ്പോഴും ഓർക്കണം. തീവണ്ടിയുടെ നീളം പ്ലസ് പാലത്തിന്റെ നീളം. ഇത് രണ്ടും കൂടെ കൂട്ടണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പോയിന്റ് കിടക്കാനാവുകൊണ്ട് അതിന് നീളം ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് ദൂരം കണ്ടുപിടിക്കാതിരുന്നത്. തീവണ്ടിയുടെ നീളം മാത്രമാണ് ദൂരം എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ ഒരു പാലം കടന്നു പോകണം. അങ്ങനെ ആകൊണ്ട് പാലത്തിന്റെ നീളവും തീവണ്ടിയുടെ നീളവും കൂടെ കൂടുമ്പോഴാണ് ആ ദൂരം എന്ന് കിട്ടുന്നത്. ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദൂരം എത്ര വരും? തീവണ്ടിയുടെ നീളം എത്രയാണ്? 300 പ്ലസ് പാലത്തിന്റെ നീളം എത്രയാണ്? 200. അപ്പോൾ എത്ര കിട്ടി? 500 മീറ്റർ എന്ന് നമുക്ക് ദൂരം കിട്ടി. വേഗത എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. ഇത് മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്കിന് കിലോമീറ്റർ പെർ മണിക്കൂറിൽ നിന്ന് അങ്ങനെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ ചെയ്ത രീതിയിൽ അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. കിലോമീറ്റർ പെർ മണിക്കൂറാണ് തന്നിരുന്നെങ്കിൽ, ഈ വേഗത തന്നിരുന്നെങ്കിൽ നമ്മൾ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമായിരുന്നു. ഇത് പക്ഷേ മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് നമുക്ക് അളവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൂരം എത്രയാണ്? 500 ഡിവൈഡഡ് ബൈ വേഗത എത്രയാണ്? 25. 25 500 വെട്ടുമ്പോൾ എത്ര? 20 അല്ലേ? 20 വേഗതയല്ല, സമയമാണ് ചോദിച്ചിരിക്കുന്നത്. 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. എത്ര സമയം എടുക്കും? സെക്കൻഡില് 20 സെക്കൻഡ് എന്ന് എഴുതിയാൽ മതി. 20 മീറ്റർ പെർ സെക്കൻഡിൽ 20 സെക്കൻഡ് സമയം നമുക്ക് എടുക്കും. ഏത് പാലം കടന്നു പോകാനായിട്ട് 20 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. സമയമാണല്ലോ ചോദിച്ചിട്ടുള്ളൂ. അപ്പം 20 നീട്ടി 500 25 കൊണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ സമയം ദൂരം ബൈ വേഗതയാണ്. ദൂരം കണ്ടുപിടിക്കുന്ന കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. തീവണ്ടിയുടെ നീളത്തിന് പാലത്തിന്റെ നീളം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ദൂരം കിട്ടുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ സമയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദൂരം ബൈ വേഗത എന്നും ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ കണക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.